ഹലോ മക്കളെ, 6ാം ക്ലാസ്സിലെ മക്കൾ ഓണപ്പരീക്ഷയ്ക്ക് തയ്യാറായിരിക്കുകയാണല്ലോ. വെൽക്കം ടു എജുപോർട്ട്. എല്ലാ പരീക്ഷകൾക്കും നമ്മളോട് ചോദിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് പോസ്റ്റർ എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളത്. നമുക്കൊരു പോസ്റ്റർ തയ്യാറാക്കുന്ന പ്രവർത്തനം 5 മിനിറ്റ് കൊണ്ടൊന്ന് സെറ്റ് ചെയ്താലോ? ഒരു മാതൃകാ ചോദ്യം എടുക്കാം. ലോക മാതൃഭാഷാ ദിനത്തിന്റെ ഭാഗമായി നിങ്ങളുടെ സ്കൂളിൽ സംഘടിപ്പിക്കുന്ന സെമിനാറിന്റെ വിവരം കുട്ടികളെ അറിയിക്കാനായി പോസ്റ്റർ തയ്യാറാക്കുക. തലക്കെട്ട്, പോസ്റ്റർ വാചകം, തീയതി, സ്ഥലം, പശ്ചാത്തല ചിത്രം എന്നിവ ഉൾപ്പെടുത്തുമല്ലോ. ഒരു പോസ്റ്റർ നമ്മൾ എന്തിനാണ് തയ്യാറാക്കുന്നത്? പോസ്റ്റർ തയ്യാറാക്കുമ്പോൾ ഒന്നെങ്കിൽ ഒരു പരിപാടി, അല്ലെങ്കിൽ ഒരു സന്ദേശം, അതുമല്ലെങ്കിൽ ഒരു മുന്നറിയിപ്പ്, ബോധവൽക്കരണം, ഇങ്ങനെ ആളുകളുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ടാണ്, ആളുകളെ വിവരങ്ങൾ അറിയിക്കാൻ വേണ്ടി നമ്മൾ എന്ത് തയ്യാറാക്കുന്നത്? പോസ്റ്റർ തയ്യാറാക്കുന്നത്. ആ പോസ്റ്റർ നിർബന്ധമായിട്ടും ആകർഷകരമായ തരത്തിലായിരിക്കണം നമ്മൾ പോസ്റ്റർ തയ്യാറാക്കേണ്ടത്. പോസ്റ്ററുമായി ബന്ധപ്പെട്ട് നമുക്കൊരു കേന്ദ്ര ആശയം തന്നിട്ടുണ്ടാവും. ഇവിടെ നമുക്ക് തരുന്ന ആശയം എന്താ? ലോക മാതൃഭാഷാ ദിനത്തിന്റെ ഭാഗമായി സ്കൂളിൽ സംഘടിപ്പിക്കുന്ന പരിപാടിയാണ്. ലോക മാതൃഭാഷാ ദിനാചരണമാണ് ഇവിടെ സംഘടിപ്പിക്കുന്ന പരിപാടി. ലോക മാതൃഭാഷാ ദിനം എപ്പ? ഫെബ്രുവരി 21. അപ്പോൾ ഫെബ്രുവരി 21 നമുക്ക് പോസ്റ്റർ തയ്യാറാക്കാൻ വേണ്ടി ആവശ്യമായ ദിവസം. അങ്ങനെ ദിവസം, സ്ഥലം, സമയം ഇത് ഒരു പോസ്റ്ററിന്റെ ഭാഗമായി ഉണ്ടായിരിക്കണം. പരിപാടിയുടെ പോസ്റ്റർ ആണെങ്കിൽ ആ പരിപാടിയുടെ പോസ്റ്ററായിട്ട് ഉണ്ടായിരിക്കണം. ഇനി എന്താണ് അതിന്റെ കേന്ദ്രമായിട്ടുള്ള ആശയം? ആ ആശയമായിരിക്കും നമ്മൾ പോസ്റ്ററിൽ ഏറ്റവും പ്രാധാന്യത്തോടുകൂടി എഴുതേണ്ടത്. അതോടൊപ്പം അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചിത്രം നിർബന്ധമായിട്ട് മക്കളെ നിങ്ങൾ വരച്ചു വെക്കണം. ഏറ്റവും അവസാനം നമ്മൾ എന്ത് ചെയ്യുന്നു? അനുയോജ്യമായ രീതിയിലുള്ള ഒരു ബോർഡർ പോസ്റ്ററിന് നൽകുന്നു. അത്തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? ഏതൊരു വിഷയം തരുമ്പോഴും മികച്ച രീതിയിലൊരു പോസ്റ്റർ തയ്യാറാക്കാം. ഈ ഒരു ചോദ്യത്തിന് എങ്ങനെയാണ് ഒരു പോസ്റ്റർ തയ്യാറാക്കുക നമുക്കൊന്ന് നോക്കിയാലോ. ഇതാണ് മാഷ് തയ്യാറാക്കിയ പോസ്റ്റർ. 2025 ഫെബ്രുവരി 21 ലോക മാതൃഭാഷാ ദിനം, AUP സ്കൂൾ കോഴിക്കോട്. അപ്പോൾ AUP സ്കൂൾ കോഴിക്കോടാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. പരിപാടി സംഘടിപ്പിക്കുന്ന ആളുകളുടെ വിവരം എന്ത് ചെയ്യുന്നു? ഏറ്റവും മുകളിൽ എന്ത് ചെയ്യുന്നു? നമ്മൾ കൊടുക്കുന്നു. മാതൃഭാഷാ ദിനത്തിൽ നമ്മൾ സംഘടിപ്പിക്കുന്ന സെമിനാറാണ്. ആ സെമിനാറാണ് ഏറ്റവും വലുതായി എന്ത് ചെയ്യേണ്ടത്? ഇവിടെ പ്രൊജക്റ്റ് ചെയ്ത് കാണേണ്ടത്. അതിൻ്റെ താഴെ എന്ത് ചെയ്യുന്നു? സെമിനാർ ആയതുകൊണ്ട് വിഷയം സൂചിപ്പിക്കുന്നു, മാതൃഭാഷയുടെ പ്രാധാന്യം. അതുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്യുന്നുണ്ടോ? ബന്ധപ്പെട്ടുള്ള ഒരു ചിത്രം, എനിക്ക് പറ്റിയിട്ടുള്ള ഒരു ചിത്രമാണ് ഇവിടെ കൊടുത്തത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള ഒരു ചിത്രമാകാം. അത് നമ്മുടെ കേന്ദ്ര ആശയത്തിന് ബന്ധമുള്ള ഒരു ചിത്രമായിരിക്കണം. പിന്നെ നമ്മൾ എന്താ കൊടുക്കുന്നത്? ഇവിടെ കൊടുക്കുന്ന എന്താ? ഏതാണ് തീയതി, ഏതാണ് ദിവസം, ഏതാണ് സമയം, എവിടെ വെച്ചാണ് നടക്കുന്നത്? ഉദ്ഘാടനം, അല്ലേ? ഉദ്ഘാടനം. ഒരു പരിപാടി നടക്കുന്ന സമയത്ത് മുഖ്യാതിഥിയോ ഉദ്ഘാടനം നമുക്ക് എന്ത് ചെയ്യാം? ഉൾപ്പെടുത്താം. എല്ലാവർക്കും സ്വാഗതം, എല്ലാ ആളുകളെയും ക്ഷണിച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പോസ്റ്റർ തയ്യാറാക്കുന്നത്. അതോടൊപ്പം തന്നെ ആരാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് വെച്ചാൽ അതുകൂടി നമുക്ക് എന്ത് ചെയ്യാം? ഏറ്റവും താഴെ വലത്തെ ഭാഗത്തായിട്ട് ഉൾപ്പെടുത്താം. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? ആകർഷകരമായിട്ടുള്ള ഒരു പോസ്റ്റർ തയ്യാറാക്കാം. അപ്പോൾ പോസ്റ്റർ ചോദിക്കുന്ന സമയത്ത് ഇനി നമ്മൾ സെറ്റാണ്.